ഞാൻ പലപ്പോഴായി സംസാരിക്കാനും പരിപാടികളിൽ പങ്കെടുക്കുവാനും ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. ഞാൻ വന്നപ്പോൾ കാണുന്നത് ഏറ്റവും അഭിവന്ദ്യനായ, ഞാൻ ഗുരുതുല്യനായി കണ്ടിരുന്ന ബസിലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി, അദ്ദേഹത്തിൻ്റെ പടം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രസംഗങ്ങളും പ്രത്യേകിച്ചും ഈ പള്ളികളിൽ നടത്തുമ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തെ ഓർത്തുകൊണ്ടാണ് ആ ചടങ്ങുകളിൽ എപ്പോഴും സംബന്ധിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പടം ഇരുന്നപ്പോൾ എനിക്കത് കൂടുതൽ ഊർജവും കരുത്തും പകരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആശ്രമത്തിൽ വന്ന് താമസിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് പലരും ആരെങ്കിലുമൊക്കെ കേട്ടതായിരിക്കാം. ആശ്രമത്തിൽ അദ്ദേഹം താമസിക്കുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ എനിക്ക് അവസരം ഉണ്ടായി. ആശ്രമത്തിൽ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ KR നാരായണൻ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ശാന്തിഗിരി ആശ്രമത്തിന് സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനം നടന്നത് കൊച്ചിയിൽ വെച്ചാണ്. അപ്പോൾ തിരുമേനി ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. കൊച്ചിയിൽ ചെന്ന സമയത്ത് വളരെ രസകരമായ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അദ്ദേഹം കൊച്ചി താജ് ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹമാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുമേനിയും ഞാനുമായി പോത്തൻകോട് നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ഒരു ബെൻസ് കാറിൽ എറണാകുളത്തേക്ക് പോകുന്നു. കൊല്ലത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ശാസ്താംകോട്ടയിൽ ഒന്ന് ജസ്റ്റ് കയറണം. ഞാൻ ശാസ്താംകോട്ടയിൽ പോയി. ശാസ്താംകോട്ടയിലൊരു പള്ളിയുണ്ട്, അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാനും ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൊച്ചിയിൽ ചെന്നു, താജ് ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് 2 സഹായികളുണ്ടായിരുന്നു. ഒരു സിബിച്ചൻ എന്ന, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, സിബിച്ചൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സഹായി. ഈ സഹായി നമ്മൾ വണ്ടിയിൽ ചെന്നിറങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ സെക്യൂരിറ്റി, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയുടെ ആളുകളുണ്ട്, കേരള പോലീസിൻ്റെ ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടി തിരുമേനിയെയും അങ്ങ് വിളിച്ചുകൊണ്ടുപോയി. തിരുമേനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും 2-3 ആളുകൾ പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ അത്ര അറിയപ്പെടുന്ന ആളൊന്നുമല്ല. അന്ന് 2002-ലോ 2003-ലോ ആണെന്ന്, 2-ലാണെന്ന് തോന്നി ഈ സംഭവം. തിരുമേനി പോയ സമയത്ത് ഈ അംശവടിയും ശ്രീബയും ഈ വണ്ടിക്കകത്തായി, ബെൻസ് കാറിനകത്തായി. തിരുമേനിയുടെ ഈ ഐഡന്റിറ്റിയാണല്ലോ അത്. തിരുമേനി അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ അവസാനം ഗത്യന്തരമില്ലാതെ ഈ അംശവടിയും സ്ലീബയും കൊണ്ട് ഞാൻ നടന്നു വന്നു തിരുമേനി. അപ്പൊ എന്നെ പരിചയമുണ്ടായിരുന്ന ആളുകൾ, ഒരു സ്വാമി അംശവടി ഇങ്ങനെ പിടിക്കുന്നു, സ്ലീബയും പിടിച്ചു. അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോൾ എന്നെ ഈ SPG, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് പ്രൈം മിനിസ്റ്ററിന്, അവരെന്നെ തടഞ്ഞു നിർത്തി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനാണ് വെൽക്കം സ്പീച്ച് പറയേണ്ടത്. അത് പിന്നെ ഇതെന്താണ് ഈ സാധനമൊക്കെ എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്, ഇത് പരിശോധിക്കുക. ഞാൻ പറയും, ഇത് പരിശോധിക്കാൻ പാടില്ല, എന്നെ കൊന്നാലും ഞാനിത് തരത്തില്ല. അങ്ങനെ ഞാൻ ചെന്ന സമയത്ത് തിരുമേനി വേദിയിലിരിക്കുന്നു, പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്നു, തിരുമേനി ഇരിക്കുന്നു, KR നാരായണൻ സാർ ഇരിക്കുന്നു, മുഖ്യമന്ത്രി ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ഈ വേദിയിലേക്ക് കയറാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ തിരുമേനി അംശവടി പൊക്കി ഇങ്ങനെ കാണിച്ചു, പിന്നെ ഈ ശ്രീബയും ഇങ്ങനെ കാണിച്ചു. അപ്പം തിരുമേനി ആരോട് പറഞ്ഞു, എൻ്റെ അംശവടിയാണിത്. ഞാനത് കൊണ്ടുപോയി തിരുമേനിയിലേക്ക് കൊടുത്തു. വളരെ ഭക്തിയാദരപൂർവ്വം തിരുമേനി അത് ഏറ്റുവാങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി ഇതെൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉടനെ പറഞ്ഞു, അങ്ങയുടെ കയ്യിലിരുന്നു കൊണ്ട് ഞാനിത് ധന്യനായി. അത്തരം ഓർമ്മകൾ, അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ചും ഈ സഭയുടെ
യുവതലമുറയിലുള്ള കുഞ്ഞുങ്ങൾ, അത്തരം മഹാത്മാക്കളായിട്ടുള്ള ആളുകൾക്ക് ജന്മം കൊടുത്ത, അത്തരം ആളുകൾ ആശീർവദിച്ച, അത്രയും ആളുകൾ ശുശ്രൂഷ നടത്തിയ അങ്ങനെ പാവനമായ ഒരു സഭയുടെ വലിയ നന്മയുടെ ഗോപുരത്തിൻ്റെ തണലിലാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ എല്ലാവരും ഇരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയാണ്. മറ്റൊരു മതത്തിൽപ്പെട്ട എന്നെയൊക്കെ പോലെയുള്ള ആളുകളുടെ ആത്മാവിൻ്റെ അഗാധതകളിൽ ദൈവസ്നേഹത്തിൻ്റെ സാന്ത്വന സ്പർശം എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ നടത്തിത്തരുവാൻ ആ മഹാവ്യക്തിത്വത്തിന് സാധിച്ചു. പിന്നീട് ഒട്ടനവധി സഭയിലെ പിതാക്കന്മാരുമായി, ഇപ്പോഴത്തെ കാത്തോലിക്ക ബാവയുമായിട്ടൊക്കെ അഗാധമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മലങ്കരയുടെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ബസിലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി. അദ്ദേഹം അന്ന് ആശ്രമത്തിൽ നടക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഞാനതും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ പ്രസംഗത്തിലേക്ക് കടക്കുന്നു. ആ സമയത്താണ് ഈ മലങ്കര സഭയ്ക്ക്, മലങ്കര കാത്തോലിക്ക സഭ, അതിൻ്റെ മേജർ ആർച്ച് ബിഷപ്പായിരുന്നു സിറിൽ മാർ ബസിലിയോസ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ചുമതലയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ മലങ്കര കാത്തോലിക്ക സഭയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളിന് കാത്തോലിക്ക ബാബ എന്ന സ്ഥാനം സ്വീകരിക്കുന്നു. അപ്പം ഞാൻ അന്ന് നമ്മുടെ ആശ്രമത്തിൽ തിരുമേനിയെ കൊണ്ടുവന്നത് PH കുര്യനും ജിജി തോംസൺ സാറും രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അന്ന് രാവിലെ തിരുമേനിയെ കാണാനായിട്ട് വരുന്ന സമയത്താണ് ഈ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ മലങ്കര കാത്തോലിക്ക സഭയ്ക്ക് പുതിയ കാത്തോലിക്ക ബാബ സ്ഥാനം അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടി വളരെ തിരുമേനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ നിവർത്തി കാണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, സിറിൽ മാർ ബസോലിയോസിന് അങ്ങനെയൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് കുറ്റബോധമോ അല്ലെങ്കിൽ വേറൊരു അസൂയയോ ഒന്നുമില്ല. അങ്ങനെയാണ് ഈ മലങ്കര കാത്തോലിക്ക സഭക്കാരും കൂടി കാത്തോലിക്ക ബാബ. ഇപ്പോൾ 3 സഭയിലുള്ള ആളുകളാണ്. ഒന്ന് യാക്കോബൈറ്റ്സ്, അതുപോലെ ഓർത്തഡോക്സ്, അതുപോലെ മലങ്കര കാത്തോലിക്ക. ഈ 3 സഭയിലുള്ള ആളുകളാണ് കാത്തോലിക്ക എന്നുള്ള സ്ഥാനം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്ഥാനം എപ്പോഴും ഇങ്ങനെ അവരുടെ ഔദ്യോഗികമായ ചിഹ്നമായിട്ട് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ഈ മഹത്തായ സമ്മേളനം, പ്രത്യേകിച്ച് 26 വർഷമായി പുതുജീവൻ എന്ന ഈ പ്രസ്ഥാനം, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇന്നത്തെ മധ്യവയസ്കരായിട്ടുള്ള പലരും ഈ പുതുജീവനിലൂടെ കടന്നുപോയവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ ഈ ജീവിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ പദാർത്ഥ ലോകത്ത് ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആളുകൾ, അവരൊക്കെ കടന്നു പോകുമ്പോൾ ജീവിതത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ജീവിതത്തിൽ വീക്ഷണത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മനുഷ്യസ്നേഹത്തെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ എപ്പോഴും അവസരം കിട്ടുന്നത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറുമ്പോഴാണ്. ഞാൻ പലപ്പോഴും ഈ നമ്മുടെ തന്നെ ആശ്രമത്തിൻ്റെ തന്നെ പല സമ്മേളനങ്ങളിലും പങ്കെടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് ഇരിപ്പുണ്ടാവും. അതുപോലെ തന്നെ പള്ളികളിൽ പങ്കെടുക്കുമ്പോൾ, അതുപോലെ പള്ളികളുടെ സ്കൂളുകളിൽ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും കാണുന്നത് വലിയ സന്തോഷമാണ്. അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആരാകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആഗ്രഹം ചോദിക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ വെച്ച് തന്നെ ചോദിച്ചാൽ, മോളോട് ചോദിച്ചാൽ ആരാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ എന്തു പറയും? എന്താ പറയുന്നത്? ആരാ? കൗൺസിലറാകാൻ ആഗ്രഹം. വേറൊരാളോട് ചോദിച്ചാൽ എന്തു പറയും? എന്താണ് ആഗ്രഹം? ഡോക്ടറാകാൻ ആഗ്രഹം. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു സ്വാമിയാകാൻ ആഗ്രഹമൊന്നും ഒരു ആശ്രമത്തിലും ചെന്ന സമയത്ത് ആരും പറഞ്ഞിട്ടില്ല. ഓർത്തഡോക്സ് സഭയിലെ
ആളുകൾക്ക് വിവാഹം കഴിക്കുവാനുള്ള അവസരമുണ്ട്, ബിഷപ്പാകാത്തവർ. പക്ഷേ ആരും അച്ഛനാകണമെന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടികൾ അച്ഛനാകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, വൈദികനാകണമെന്ന് പറഞ്ഞിട്ടില്ല, ബിഷപ്പാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാന്യനായ ഫാദറുടെ സംസാരം ദൈവത്തെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സന്യസ്തരാകുവാൻ ആഗ്രഹിക്കുന്നില്ല. സന്യസ്തരാകാൻ ആഗ്രഹിക്കാത്തതിന് ഇപ്പം കൗൺസിലറാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമുണ്ട്. ഞാൻ വളരെ ആയിരക്കണക്കിന് ആളുകളെ കണ്ടപ്പോൾ അതിലൊരാൾ മാത്രമാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം. ഈ ആത്മീയതയുടെ വഴിയിൽ അല്ലെങ്കിൽ സാമൂഹ്യ വൃത്തിയിൽ ആളുകൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള ആളുകൾ ആകണമെന്ന് ആഗ്രഹിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സുകളിലേക്ക് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആകണമെന്നും ആകാതിരിക്കണമെന്നും ആഗ്രഹിക്കും. ഒരാൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആകണമെന്നും ആകാതിരിക്കണമെന്നും ആഗ്രഹിക്കും. ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കും അവരെ പോലെ ആകണമെന്ന്. ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് അവരെ പോലെ ആകാതിരിക്കണമെന്ന് ആഗ്രഹിക്കും. ഈ സന്യസ്ത വൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് ധരിച്ചിട്ടുള്ളത് ജീവിതത്തിൽ നിരാശയിൽ ആണ്ട് ജീവിതത്തിൻ്റെ, ഇപ്പം ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞാൽ സന്യാസിമാരാകുന്നത്, അതായത് ബാല്യം, കൗമാരം, യൗവനം, അത് കഴിഞ്ഞ് ഗ്രാഹസ്യം, അത് കഴിഞ്ഞ് വാനപ്രസ്ഥം എന്ന് പറയുന്നു. വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും നടന്നിട്ട് അവസാനം വാനപ്രസ്ഥം എന്ന് പറയുന്ന സാഹചര്യത്തിലെത്തുമ്പോഴാണ് ഒരാൾ സന്യാസിയാവുന്നത്. അപ്പം ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെന്ന് സംസാരിക്കുമ്പോൾ, എനിക്കിപ്പോൾ ഏതാണ്ട് 48-49 വയസ്സാകാറായി. ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് 27 വയസ്സുള്ള സമയത്താണ് എനിക്ക് സന്യാസം കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു 2002 തോന്നുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഈ ഓരോ പ്രസംഗങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകൾക്ക് അത്ഭുതമാണ്. ഈ സന്യാസിമാരെന്ന് പറയുമ്പോൾ മിനിമം അച്ഛൻ്റെ ഒരു താടിയെങ്കിലും ഉണ്ടാകണമെന്ന് പറയും അല്ലേ? സന്യാസിമാരെന്ന് പറയുമ്പോൾ താടി, മുടി, ചിലർക്ക് ജട. സന്യാസി മീൻസ് ഞാൻ ഈ ഹൈന്ദവ അല്ലെങ്കിൽ നമ്മുടെ സനാതനമായ പാരമ്പര്യത്തിലുള്ള സന്യാസിമാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം സന്യാസിമാരാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ ചില നിറങ്ങൾ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തനായ ഒരു സന്യാസിയായിരുന്നു യഥാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തോട്, സനാതനധർമ്മത്തോട് ചേർന്ന് നിന്ന ആളാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ സർവമത സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ലോകത്തോട് സംസാരിച്ച, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ അത്രയും നാൾ ആളുകൾ വളരെ ഫോർമലായി, ഔപചാരികമായി ഇങ്ങനെ അഭിസംബോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു വാക്കൊരാൾ പറയുമ്പോൾ അതിന് ആളുകൾ ചെവി കൊടുക്കും. ഞാനിവിടെ കയറി വരുന്ന സമയത്ത് അച്ഛൻ്റെ ഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. മനുഷ്യരൊക്കെ സംസാരിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ, 2 തലച്ചോറിൻ്റെ ഭാഷ. ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ശബ്ദമൊന്നും ഉണ്ടായില്ല. ഭാര്യയും ഭർത്താവും കൂടി 2 ഭാഷയിലും ദിവസവും സംസാരിക്കും. ഒന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും, 2 തലച്ചോറിൻ്റെ ഭാഷയിൽ സംസാരിക്കും. തലച്ചോറിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ആളുകൾ വരെ കേൾക്കും അല്ലേ? അയൽവക്കക്കാരൊക്കെ ഓടി വരും. ചിലപ്പോൾ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. ഡീന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ പേടിച്ചു, ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പേടിച്ചു.
പക്ഷെ ഒരു മുറിക്കുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്ത് ആർക്കും കേൾക്കുവാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന സമയത്തും നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഫാദറിൻ്റെ പ്രസംഗം, ഇവിടെ ഇൻട്രൊഡക്ഷൻ നടത്തിയ ഫാദറിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നു. നമ്മുടെ ഈ നഗ്നനേത്രങ്ങൾക്കപ്പുറത്ത്, ഈ തലച്ചോറിൻ്റെയും ബുദ്ധിയുടെയും ഭാഷയ്ക്കും അപ്പുറത്ത് പരസ്പരം സംസാരിക്കുവാൻ കഴിയുന്ന ഭാഷ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷ. ഈ ഭോജരാജാവിൻ്റെ വിദ്വൽ സദസ്സ്, ഒരു പണ്ഡിത സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാജാവ് അവിടെ കൂടി നിന്ന ആളുകളോട് ചോദിച്ചു, പണ്ഡിതന്മാരോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനം ഏതാണ്? ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനം ഏതാണ്? അപ്പൊ അവിടെ ഇരുന്ന പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, കരിമ്പ്, പാൽപ്പായസം, പഞ്ചസാര, ശർക്കര, കൽക്കണ്ടം. ഈ വാക്കുകളൊന്നും രാജാവിന് തൃപ്തിയായില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആളുകളുടെ പുറകിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, മഹാകവി കാളിദാസ്. കേട്ടിട്ടുണ്ട്? കേട്ടിട്ടില്ല? മഹാകവി കാളിദാസ്. അപ്പൊ കാളിദാസൻ പറഞ്ഞു, മഹാരാജാവേ, ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനമെന്ന് പറയുന്നത് നല്ല വാക്കുകളാണ്. ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള സാധനമെന്ന് പറയുന്നത് നല്ല വാക്കുകളാണ്. ഈ നല്ല വാക്കുകൾ പരസ്പരം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുക. സങ്കീർത്തനങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള നല്ല വാക്കുകളാണ്, മധുരതരമായ വാക്കുകളാണ്. ഇവിടെ ഇരിക്കുന്ന അച്ഛൻ മനോഹരമായി പാട്ടുകൾ പാടുന്ന ആളാണ്. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അപ്പം മനോഹരമായ ഭാഷണങ്ങൾ, മനോഹരമായ സംഗീതം എന്നൊക്കെ പറയുന്നത് അത് നല്ല വാക്കുകളാണ്, അത് മധുരതരമാണ്. അത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നമ്മളിപ്പോൾ കുർബാന നടത്തുന്ന സമയത്തും ഇവിടെ ഈ കീർത്തനങ്ങൾ ചൊല്ലുന്ന സമയത്തും ഈ അന്തരീക്ഷത്തെ തപ്തമാക്കുന്ന, ഈ പദാർത്ഥ ലോകത്ത് നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് മെരുക്കുന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. തിരുവള്ളുവർ എന്ന് പറയുന്ന മഹാനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, തിരുവള്ളുവരെന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരുമായിട്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഒരു താമരയുടെ പൊക്കം എത്രയാണ്? ഒരു താമരയുടെ പൊക്കം എത്രയാണ്? അപ്പോൾ ഒരാൾ പറഞ്ഞു 5 സെന്റിമീറ്റർ, ഒരാൾ പറഞ്ഞു 8 സെന്റിമീറ്റർ, വേറൊരാൾ പറഞ്ഞു 10 സെന്റിമീറ്റർ. രാജാവിനൊന്നും തൃപ്തിയായില്ല, അല്ല, ഗുരുവിനൊന്നും തൃപ്തിയായില്ല. ആ സമയത്ത് ഒരു ശിഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം. താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം. തണ്ണി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമാണ്. താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം. ഒരു താമരയുടെ പൊക്കത്തെ നമുക്ക് വിവക്ഷിക്കുവാൻ കഴിയുന്നത് അതിങ്ങനെ പൂവായിരിക്കുന്ന അതിൻ്റെ മുകളിലുള്ള 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ ഒന്നും വെച്ചുകൊണ്ടല്ല. അത് കിടക്കുന്ന വെള്ളം, അതിൻ്റെ അടിയിൽ കിടക്കുന്ന ചെളി, അതിൽ നിന്നും മുകളിലേക്ക് വരുന്ന തണ്ട്, അതിൽ വെള്ളത്തിൻ്റെ മുകളിൽ പരന്നു കിടക്കുന്ന ഇല, അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടാണ് ഒരു താമരയുടെ പൊക്കത്തെ നമുക്ക് വിവക്ഷിക്കുവാൻ സാധിക്കുക. ആ താമര അതാകാനെടുത്ത ഒരു കാലവും സമയവുമുണ്ട്. ആ വെള്ളം പകർന്ന ഊർജമുണ്ട്. അത് മനോഹരമായത് ആ തണ്ടിൻ്റെയും ഇലയുടെയും വെള്ളത്തിൻ്റെയും അതിൽ അടിയിൽ കിടക്കുന്ന ചെളിയുടെയും ഒക്കെ അതിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. ഉടനെ തിരുവള്ളുവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ പൊക്കം എത്രയാണ്? ഉടനെ മറ്റൊരു ശിഷ്യൻ മറുപടി പറഞ്ഞു, ഒരാളുടെ പൊക്കമെന്ന് പറയുന്നത് അയാളുടെ
സ്വപ്നങ്ങൾക്കനുസരിച്ചാണ്, അയാളുടെ ശുഭാപ്തി വിശ്വാസത്തിനനുസരിച്ചാണ്, അയാളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചാണ്, അയാളുടെ ജീവിതത്തിൽ അയാൾ പുലർത്തുന്ന മൂല്യങ്ങൾക്കനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന്റെ പൊക്കത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പൊക്കമെന്ന് പറയുന്നത് 5 അടിയോ 6 അടിയോ മാത്രമായി ചുരുങ്ങും. ഇവിടെ ഇരിക്കുന്ന ഫാദർ ഇവിടുത്തെ ഇടവകക്കാരനാണ്, ഇടവക അംഗമാണ്. അദ്ദേഹത്തിന്റെ പൊക്കം എത്രയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ 5.5 അടിയെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ വികാരിയച്ഛന്റെ പൊക്കമെന്ന് പറയുന്നത് അത് നമ്മളെപ്പോലെ 5 അടിയെന്ന് പറയുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ പൊക്കമെന്താണ്, നിങ്ങളുടെ അച്ഛന്റെ പൊക്കമെന്താണെന്ന് ചോദിച്ചാൽ അത് 5 അടിയോ 6 അടിയോ എന്ന് പറയുവാൻ സാധിക്കില്ല. അമ്മയുടെ പൊക്കമെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമാണ്. അമ്മ നമുക്ക് പകരുന്ന സ്നേഹവും വാത്സല്യവും കരുതലുമാണ് ആ അമ്മയുടെ പൊക്കമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ പരിശുദ്ധനായ കാത്തോലിക്ക ബാവ കുറിലോസ് തിരുമേനി മലങ്കരയുടെ സൂര്യദേശത്തിന്റെ പൊക്കം എത്രയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അഗാധതകളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങളും ത്യാഗവും കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത സൂര്യഭാസുരമായ ആ ഒരു കർമ്മശേഷിയുടെ പൊക്കമാണ്. ഈ ദേവാലയത്തിന്റെ പൊക്കമെന്ന് പറയുന്നത്, ഞാൻ റോമിൽ പോയിട്ടുണ്ട്, വത്തിക്കാനിൽ. ബഹുമാന്യനായ നമ്മുടെ ക്ലിമീസ് കാത്തോലിക്ക ബാബ തിരുമേനിയുടെ കാർഡിനൽ സ്ഥാനാരോഹണ സമയത്ത് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സ്വാമി വത്തിക്കാനിൽ ഔദ്യോഗികമായിട്ട് ആദ്യമായി കാലുകുത്തുന്നത് ഞാനാണെന്ന് ഞാൻ അഭിമാനത്തോട് പറയുന്നു. അവിടെ റോമിൽ പോയതാണ്. ഈ പള്ളിയുടെ ഒരു 1000 മടങ്ങുയരത്തിലാണ് അവിടുത്തെ ഒരു മകുടം. നിങ്ങളല്ലേ പടത്തിലൊക്കെ കണ്ടു കാണും, ചില ആളുകൾ പോയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ പള്ളിയുടെ പൊക്കം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 10, 15, 20, 25 അടിയല്ല. ഇതിൽ അന്തർലീനമായിരിക്കുന്ന, അന്തർഭാവം ചെയ്തിരിക്കുന്ന ഈ ആൾത്താരയിൽ നിന്ന് വിരാജിക്കുന്ന, പ്രകാശം ചൊരിയുന്ന പരിശുദ്ധമായ ഈ പ്രതിഷ്ഠയുടെ പ്രകാശമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പൊക്കം. അപ്പൊ നമ്മൾ ജീവിതത്തെ കാണേണ്ടതും അളക്കേണ്ടതും അതിനെ സമീപിക്കേണ്ടതും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? നിങ്ങൾ നക്ഷത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക, എങ്കിൽ നിങ്ങൾക്കൊരു വൃക്ഷത്തിന്റെ തലപ്പിലെങ്കിലും എത്തുവാൻ സാധിക്കും. നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക. കുഞ്ഞുങ്ങളോടാണ് പറഞ്ഞത്, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കൊപ്പം നിങ്ങൾ സഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു വൃക്ഷത്തിന്റെ തലപ്പിലെങ്കിലും എത്തുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങളെ എപ്പോഴും ഇങ്ങനെ ഊതിക്കാച്ചി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും പുലർത്തുക. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, പുതുജീവൻ എന്ന വാക്ക് എപ്പോഴും ഞാനും എടുത്ത് കോട്ടിയാറുള്ളൊരു വാക്കാണ്. എല്ലാ ദിവസവും നമ്മൾ പുതിയതായിട്ടല്ലേ ജനിക്കുന്നത്. ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാളെ രാവിലെ എഴുന്നേക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ ദൈവം നീട്ടിത്തരുന്ന ഈ ആയുസ്സിന്റെ മുന്നിൽ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ പുനർജനിക്കുന്നു. മരണത്തിന് ശേഷം മാത്രമല്ല പുനർജന്മം, അത് ഹൈന്ദവ വിശ്വാസപ്രകാരം പുനർജന്മം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ്. നമ്മളെ തള്ളിക്കളഞ്ഞ ഇടങ്ങളിൽ നിന്ന്, നമ്മളെ പരിഹസിച്ച ഇടങ്ങളിൽ നിന്ന്, നമ്മളെ തകർത്ത് കളഞ്ഞ ഇടങ്ങളിൽ നിന്ന്, സ്നേഹമില്ലായ്മ കൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയ ഇടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, അരികുവൽക്കരണങ്ങളിൽ നിന്ന്, ഓരോ ദിവസവും അപമാനങ്ങളിൽ നിന്ന് നമ്മൾ പുനർജനിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ദൈവം ഇങ്ങനെ നീട്ടിത്തരുകയാണ്, നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരുകയാണ്. ഓരോ ദിവസവും നമുക്ക് പുതുജീവൻ പകരുകയാണ്. നമുക്കറിയാം, ഈ കോവിഡിന്റെ സമയത്ത്, ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കോവിഡിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ഒരു മുറിവാണ് യഥാർത്ഥത്തിൽ അത്. പാലക്കാട്
അവിടുത്തെ ജനറൽ ആശുപത്രി, അതിനു മുമ്പ് നമുക്കറിയാം ജനറൽ ആശുപത്രിയുടെ ഒരു ചിത്രം എന്താ പറയുക, വലിയ ഹോസ്പിറ്റലുകളുടെ ചിത്രം പോലെയല്ലല്ലോ. പെയിന്റൊക്കെ ഇങ്ങനെ ഇല്ലാതെ ഈ പുല്ലൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്ന പൊട്ടിയ കെട്ടിടങ്ങളൊക്കെയുള്ള ആ ജനറൽ ആശുപത്രി, അതിൻ്റെ മുമ്പിൽ ഒരു ആംബുലൻസ് കിടക്കുന്നു. അതിനുള്ളിൽ ഈ PPE കിറ്റൊക്കെ ഇട്ട് ഒരാൾ ഇരിക്കുന്നു. അയാളുടെ കണ്ണ് മാത്രം ഇങ്ങനെ കാണാം. നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു പേപ്പറിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരാളെ കിടത്തിയിരിക്കുന്നു. വിദേശത്തു നിന്ന് 5 വർഷത്തിന് ശേഷം കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി പാലക്കാടേക്ക് വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ. ദൂരെ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സ്വന്തം പ്രിയതമയുടെ മൃതദേഹത്തിൽ ആ നെറ്റിയിലൊന്ന് ഒരു അന്ത്യചുംബനം കൊടുക്കുവാൻ കഴിയാതെ ഹതാശനായി പോയ, വിറങ്ങലിച്ചുപോയ, മരവിച്ചുപോയ ഒരു മനുഷ്യൻ. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകി വറ്റി. അയാൾ ഇങ്ങനെ വേദനയോടുകൂടി ഇരിക്കുന്ന ചിത്രം ഒരു മലയാളിക്കും മറക്കാൻ സാധിക്കുകയില്ല. ദൈവം നമ്മളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ മൺഡേ നിങ്ങൾ ഈ സാധാരണമായ ഒരു ദിവസം പല സ്ഥലങ്ങളിലും പോകേണ്ട നിങ്ങൾ ഇന്ന് അവധിയായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു. അവർക്ക് കളിക്കാൻ പോകാമായിരുന്നു, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് പോകാമായിരുന്നു. കട നടത്തുന്ന ആളുകളുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ഞാനിവിടെ ഇരുന്ന സമയത്ത് എനിക്ക് ചായ തന്ന ICICI ബാങ്കിന്റെ പിരിവ് നടത്തുന്ന ആളാണ് ജോമി. ഗബ്രിയേൽ തിരുമേനിയുടെ കൂടെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ ജെയ്സൺ. ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനി എനിക്ക് എൻ്റെ സുഹൃത്താണെന്നൊന്നും പറയാൻ കഴിയില്ല, ഞാൻ കൂടെ നടക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് വളരെ ആദരണീയനായ ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് മറ്റു സ്ഥലത്ത് പോകാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്, ഇവിടെ നമ്മളെ പോലെയുള്ള ആളുകൾ, അവരുടെ പ്രസംഗങ്ങൾ, അതിനകത്തുനിന്നും എന്തെങ്കിലും കാര്യങ്ങൾ സാംശീകരിച്ച് നമ്മളുടെ ജീവിതത്തെ, ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ, ചിലപ്പോൾ ഇവരൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഏതർത്ഥത്തിലെടുക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ തലമുറയല്ല, അവരുടെ ലോകമെന്ന് പറയുന്നത് വേറെയാണ്. എങ്കിൽ തന്നെയും ഇവിടെ കേൾക്കുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു ഉത്തോലകമായി മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ കമ്പനം കൊണ്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, ജീവിതത്തിലേക്ക് പോകുന്നു. ഓരോ ഞായറാഴ്ചകളിലും നിങ്ങൾ ആൾത്താരയിൽ വന്ന് സങ്കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഊർജം അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും ദൈവം നമുക്കിങ്ങനെ നീട്ടിത്തരുന്ന ഈ ആയുസ്സിന്റെ ബലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പുതുജീവൻ എന്ന് പറയുന്നത്. ആരാണ് ഈ പേരിട്ടതെന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും നമ്മൾ ജീവിക്കുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ നെട്ടോട്ടമോടുന്ന സമയങ്ങൾക്കിടയിൽ ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് വീണ് കിട്ടുന്ന സമയം, അതിനെ നമ്മൾ മുതലാക്കിയെടുക്കുക. ഞാനിവിടെ വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു വാക്കാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ പേനയാക്കി മാറ്റുക. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ പേനയാക്കി മാറ്റുക. അവിടെ അവൻ കഥകൾ എഴുതട്ടെ, അവിടെ അവൻ കവിതകൾ എഴുതട്ടെ, അവൻ അവിടെ സ്നേഹം എഴുതട്ടെ, അവൻ ആർദ്രത എഴുതട്ടെ, അവൻ ഹൃദയത്തിന്റെ സംഗീതം അവിടെ പാടട്ടെ. നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിന് പകർന്നു കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉപകരണമാക്കി മാറ്റുവാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോഴാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നത്. എന്നുവെച്ച് എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നോ, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികളിൽ ഇരിക്കണമെന്നോ, പള്ളിയിലെ കാര്യങ്ങൾക്ക് മാത്രം വരണമെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു നല്ല മനുഷ്യനാകുവാൻ, നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കുവാൻ നമ്മളീ പ്രാർത്ഥനകളും
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, ഈ പ്രബോധനങ്ങൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളെ നല്ലവരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണെന്ന് തെളിയിച്ചവരാണ് മഹാന്മാർ. വലുതാകുന്നത് ചെറുതാകുന്നത് കൊണ്ടാണെന്ന് തെളിയിച്ചവർ മഹാന്മാർ. ഒരേ സമയം തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുകയും സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുകയും പീഡിതരായ, നിന്ദിതരായ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാധാരണക്കാരായ രോഗികളായ ആളുകൾക്ക് സാന്ത്വനം പകരുകയും. നിങ്ങൾ ലോകത്തിൽ ജീവിതത്തിൽ എവിടെയൊക്കെ എത്തിയാൽ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറായെന്ന് വിചാരിക്കുക, ഒരു എഞ്ചിനീയറാണെന്ന് വിചാരിക്കുക. ഒരു ഡോക്ടറാകുമ്പോൾ നമുക്കറിയാലോ, സാധാരണ എത്രയോ ഡോക്ടർമാരാണ് MBBS കഴിഞ്ഞിട്ട്, MD കഴിഞ്ഞിട്ട്, FRCS കഴിഞ്ഞിട്ട് ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാത്ത ചില ഡോക്ടർമാർ, അവർ ഇനി പച്ചവെള്ളം എടുത്തു കൊടുത്താൽ പോലും ഈ പറയുന്ന രോഗത്തിന് പരിഹാരമാകും, വലിക്കും. ചില ആളുകൾ എന്തെഴുതി കൊടുത്തു കഴിഞ്ഞാലും വലിക്കത്തില്ല. ചില ആളുകളുടെ ആശുപത്രിക്ക് മുമ്പിൽ നിരന്തരമായി ക്യൂ ആണ് ഡോക്ടർമാരുടെ. രോഗികൾ, ഡോക്ടർ മുഖം കണ്ടു കഴിഞ്ഞാൽ രോഗം മാറും. അവിടെയാണ് എന്തു വേണ്ടത്? ഗുരുത്വം വേണ്ടത്. മക്കളായ നിങ്ങൾ എഞ്ചിനീയറായാലോ ഡോക്ടറായാലോ കൗൺസിലറായാലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതൊക്കെ മേഖലകൾ നിങ്ങൾ വിരാജിച്ചാലും നിങ്ങൾക്ക് ആത്യന്തികമായി വേണ്ടത് എന്താണ്? ഗുരുത്വമാണ്. ആ ഗുരുത്വം പഠിക്കാനാണ് നിങ്ങൾ പള്ളിയിൽ വരുന്നത്. ആ ഗുരുത്വം നിങ്ങൾക്കൊരു 10, 15, 20 വർഷത്തിന് മുമ്പേ പഠിച്ചവരാണ് ആ പിന്നിലിരിക്കുന്ന ആൾ. അവർ ഗുരുത്വം പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ഗുരുത്വമുള്ളവരായി മാറണം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്, ഞാൻ പലപ്പോഴും പറയുന്ന കഥയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹം സാമാജികനായി ജയിച്ച് പ്രസിഡന്റ് പദവിയിലെത്തിയ സമയത്ത് ലോകത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ഹാളിൽ നിന്ന്, പാർലമെന്റിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആളുകൾക്കിടയിൽ നിന്നും ഒരു സായിപ്പ് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അയാൾ കാലിൽ കിടന്ന ഷൂസ് ഇങ്ങനെ എടുത്ത് ഉയർത്തി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ലിങ്കൺ, ഇത് നിങ്ങളുടെ പിതാവ് തുന്നിയ ചെരുപ്പാണ്. മിസ്റ്റർ ലിങ്കൺ, ഇത് നിങ്ങളുടെ പിതാവ് തുന്നിയ ചെരുപ്പാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ആ മനുഷ്യനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി, കൊച്ചാക്കുവാൻ വേണ്ടി വെള്ളക്കാരനായ ഒരു സായിപ്പ് എഴുന്നേറ്റ് നിന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞ വാക്കാണിത്. എല്ലാവരും ഞെട്ടിപ്പോയി. അവിടെ ഇരുന്ന ആളുകളെല്ലാവരും സ്തബ്ധരായിപ്പോയി. ആർക്കും ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് നിർവികാരനായി എബ്രഹാം ലിങ്കൺ ആ ചെരുപ്പ് ഉയർത്തിക്കാണിച്ചിരിക്കുന്ന ആളിനോട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ ഉയർത്തിക്കാണിച്ചത്, നിങ്ങളുടെ കാലിലിട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ തുന്നിയ ചെരുപ്പാണ്. എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി, എന്നെ വളർത്തുവാൻ വേണ്ടി റോഡിൻ്റെ വശത്തിരുന്ന് വെയിലുകൊണ്ട്, മഴ കൊണ്ട്, കാറ്റുകൊണ്ട് സ്വന്തം ജീവിതമില്ലാതാക്കി എന്നെ വളർത്തിയ ആ മനുഷ്യൻ, നിങ്ങൾ ഈ ചെരുപ്പ് ഉയർത്തിക്കാണിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ആ ചെരുപ്പൊന്ന് എനിക്ക് തരിക, എൻ്റെ നെഞ്ചോട് ചേർത്ത് അതെനിക്കൊന്ന് വെക്കണം. എൻ്റെ അച്ഛൻ്റെ ചൂട് വീണ്ടും എനിക്കൊന്ന് അനുഭവിക്കണം. അച്ഛൻ്റെ തഴമ്പുള്ള കൈകളിൽ കിടന്ന്, വിറയ്ക്കുന്ന നെഞ്ചിൽ കിടന്ന്, ആ ഹൃദയത്തിൽ കിടന്ന് വളർന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ കാലിലെ ആ ഷൂസ് റിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ അത് എൻ്റെ കയ്യിൽ കൊണ്ട് വീണ്ടും തരണം. എനിക്ക് അഭിമാനത്തോടുകൂടി അത് എൻ്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കുവാൻ എനിക്ക് സാധിക്കണം. നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, വള്ളത്തോൾ എന്ന് പറയുന്ന ഒരു മഹാനായ കവിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജീവിതം എനിക്കൊരു തീച്ചൂളയായിരുന്നിട്ടും ഭൂമിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. ജീവിതം എനിക്കൊരു തീച്ചൂളയായിട്ടും ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി.
ജീവിതം ഒരു പുകത്തൂണ് പോലെ ഇങ്ങനെ നീറി 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 ഇങ്ങനെ കരിഞ്ഞിരിക്കുമ്പോഴും ആ കരിയുന്ന കനലിന്റെ വെട്ടം കൊണ്ട് എൻ്റെ മക്കളുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ ഒക്കെ ജീവിതത്തിൽ, എൻ്റെ സഹോദരന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ വഴി കാണിച്ചു. അമേരിക്കയിലെ ഒരു സ്ഥലമുണ്ട്, ഫിലാഡൽഫിയ. ഇന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള പട്ടണങ്ങളിൽ ഒന്നാണ്, ഏറ്റവും വികസിതമായ പട്ടണങ്ങളിൽ ഒന്നാണ് ഫിലാഡൽഫിയ. അവിടെ ജീവിച്ചിരുന്ന ഒരാളുണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്, അതിനു മുമ്പിൽ ഒരു വഴിയുണ്ട്. പണ്ടുകാലത്ത് ആ വഴി ഇങ്ങനെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന ചെമ്മൺ പാത. ആളുകൾ അവിടെ കൂടെ നടന്നു പോകുന്ന സമയത്ത് ആളുകൾ മൂക്കും കുത്തി വീഴും. കാരണം ആൾക്കൊക്കെ കുഴി കാണുവാൻ സാധിക്കുകയില്ല. ആ കാലത്ത് ഈ റാന്തൽ വിളക്കെന്ന് പറയുന്നത് ഏറ്റവും ധനികരായ ആളുകളുടെ വീടുകളിൽ മാത്രമേ ഉണ്ടാകൂ. ഇന്ന് ബെൻസ് കാർ മേടിക്കുന്ന പോലെയാണ് അന്ന് റാന്തൽ വിളക്ക് മേടിക്കുന്നത്. ഇന്ന് നമ്മൾ പെട്രോളോ ഡീസലോ ഏവിയേഷൻ സ്പിരിറ്റോ ഒക്കെ ഒഴിക്കുന്നത് പോലെയാണ് അന്ന് റാന്തലിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത്. ഏറ്റവും പണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. പക്ഷേ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു? തൻ്റെ വീടിന്റെ മുമ്പിൽ ആ മണ്ണെണ്ണ വിളക്ക്, ആ റാന്തൽ വിളക്ക് എടുത്തിങ്ങനെ തൂക്കിയിട്ടു. പിന്നീട് അവിടെ കൂടി കടന്നു പോകുന്ന ഒരാളും കുഴിയിൽ വീണിട്ടില്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമാകുവാൻ സാധിക്കും. നിങ്ങൾ ജീവിതത്തിൽ ആരുമായിക്കോട്ടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, അതാണ് ഞാൻ അബ്രഹാം ലിങ്കന്റെ കാര്യം പറഞ്ഞത്. ഗുരുത്വമുണ്ടാകണം. നിങ്ങൾ മുതിർന്ന കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ ഇവിടെ ഇരിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അവർക്കൊന്നും ജീവിതത്തെക്കുറിച്ച് അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ദേവാലയത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനായിട്ട് മാത്രമല്ല. ഇവിടെ ഖബറുകൾ ഇങ്ങനെ നിരനിരയായി കിടപ്പുണ്ട്. ഈ പള്ളിയിൽ എത്രയോ ജീവിതങ്ങളാണ് അവിടെ ഉറങ്ങുന്നത്. അവർ ഉറങ്ങുകയല്ല, നമ്മളിലൊക്കെ ജീവിക്കുകയാണ്. നമ്മുടെ മുന്നോട്ടുള്ള പാതയിൽ, നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ബഹുമാനമുള്ളവരായി മാറുവാൻ, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് സ്നേഹമുള്ളവരായി മാറുവാൻ, നമ്മൾ വളർത്തിയ അല്ലെങ്കിൽ നമ്മളെ വളർത്തിയ ആളുകളോടുള്ള കടപ്പാടുണ്ടായി മാറുവാൻ, അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്നത്തെ ഈ വിശുദ്ധമായ അവസരത്തിൽ സുദീർഘമായി കൂടുതൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനുണ്ട്. കൊട്ടാരക്കര ഓർത്തഡോക്സ് സഭയുടെ തന്നെ ആളുകളുടേതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരമമായ കാരുണ്യ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളിവിടെ കടന്നു വരേണ്ടത് ഓരോ പുതിയ മനുഷ്യരായിട്ടാണ്. ഇവിടെ നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഓരോ പുതിയ മനുഷ്യരായിട്ടാണ്. സമൂഹത്തിന് നന്മ പകരുവാൻ സാധിക്കുന്ന തരത്തിൽ. ഞാൻ നേരത്തെ കോവിഡിന്റെ കാര്യം പറഞ്ഞില്ലേ, 2 വർഷത്തിന് മുമ്പ് നടന്നു. ഒരു രോഗം വന്നാൽ തീർന്നു. നമ്മളൊക്കെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലും അല്ലെങ്കിൽ ക്യാൻസർ വാർഡിന്റെ മുമ്പിലും ഒക്കെ ചെന്ന് നോക്കണം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മളെയൊക്കെ ദൈവം ഇങ്ങനെ ആരോഗ്യവാന്മാരാക്കി, സുന്ദരികളും സുന്ദരവാന്മാരൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ ജീവിപ്പിക്കുന്നുവെങ്കിൽ ആ ദൈവത്തോടുള്ള കടപ്പാടായി തീരട്ടെ നമ്മുടെയൊക്കെ ജീവിതമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വഴിമാറിക്കൊണ്ട് എന്നെ രക്ഷിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത്, ഇവരെയും രക്ഷിക്കാനായിട്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹാദരങ്ങൾ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച സംഘാടകരോടുള്ള ശ്രീബ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ നിരന്തരമായി അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വരുമോ എന്നുള്ള ഒരാശങ്ക കൊണ്ട്. എന്നാലും വരുവാൻ സാധിച്ചു. ഓരോ വരവുകളും എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നമ്മളാരും സ്വയം വരുന്നതല്ല. നിങ്ങളിവിടെ വന്നിരിക്കുന്നതും ഞാനിവിടെ വരുന്നത്, ഈ അച്ഛന്മാരും ഇവിടെ വരുന്നു എന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. ആരോ നമ്മളെ കൊണ്ടുവരുന്നതാണ്. നമ്മളെ അങ്ങനെ ഇവിടേക്ക് വീണ്ടും വീണ്ടും പുതുജീവൻ നൽകി കൊണ്ടുവരുന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.